നല്ല ഫിലിമുകൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഞാൻ സന്തോഷം, എനിക്ക് തോന്നി വരണം, ഞാൻ പറയാം ശരിയാണോ അല്ലേ? തിയേറ്ററുകളിൽ വിജയിക്കുന്ന പടങ്ങൾ OTT-ൽ മിക്കവാറും ഫ്ലോപ്പായിരിക്കും. എന്നാൽ തിയേറ്ററുകളിൽ പൊളിഞ്ഞു എന്ന് പറയുന്നത് OTT-ൽ ഗംഭീര വിജയമായിരിക്കും. അതുകൊണ്ട് OTT-ക്ക് നല്ല ഡിമാൻഡാണ്. പക്ഷേ ഞാൻ കേൾക്കുന്ന ചില OTT പ്ലാറ്റ്ഫോമുകാർ പറയുന്നു തിയേറ്ററിൽ വിജയിച്ചാലേ ഞങ്ങൾ എടുക്കും. തിയേറ്ററിൽ വിജയിച്ചാൽ നിങ്ങൾ OTT എടുക്കേണ്ട, ആരും കാണാനില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കും. ശരിയല്ലേ? എന്നാൽ തിയേറ്ററിൽ കാണാത്ത പടങ്ങൾ പലതും ഞാൻ OTT-ലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം തിയേറ്ററിൽ അത് ക്ലിക്കായില്ല. പക്ഷെ ഞാൻ OTT കണ്ടപ്പോൾ സൂപ്പർ സാധനം. ഞാനൊരു റിവ്യൂറാണ് പറയാം. FTS ഒരു ജെന്യൂൻ റിവ്യൂ അല്ല. കാരണം അതിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എന്തൊക്കെ വന്നാലും പോസിറ്റീവായിട്ട് പറയുന്നു, ഫാൻസുകാർ പോസിറ്റീവായിട്ട് പറയുന്നു. ഒരു ജെന്യൂൻ ഡിഗ്രേഡ് ആൾക്കാർ നെഗറ്റീവ് പറയും. ഒരു ജെന്യൂൻ റിവ്യൂ ഫസ്റ്റ് ഒരു റിവ്യൂ ഒന്നും ഇല്ല. മീഡിയയുടെ എപ്പോഴും പറയാറുണ്ട് സെക്കൻഡ് ഷോ തേർഡ് ഷോ റിവ്യൂ അല്ലെ ഒരു ജെന്യൂൻ റിവ്യൂ കിട്ടും. അത് ആരും ചെയ്യുന്നില്ല. ശരി ശരി, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം. അതാണ് പ്രശ്നം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ ഒന്നാമത്തെ ഷോ കഴിഞ്ഞ് ആ തിയേറ്ററിൽ തന്നെ രണ്ടാമത്തെ ഷോ കാണിക്കാൻ നിവർത്തിയില്ല സന്തോഷം. കാരണം രണ്ടാമത്തെ പടം അവിടെ കയറാൻ ക്യൂ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കും, 2 തിയേറ്ററുണ്ട്, 4 സ്ക്രീനുണ്ട്, 5 പടവും ഉണ്ട് അല്ലേ? ചില ആഴ്ചയിൽ ഒരു പടം ഉണ്ടാവില്ല, അതാ മനസ്സിലാവാത്തത്. ഇനി രണ്ടാമത് സിനിമ ഇൻഡസ്ട്രി വരുന്ന പരാജയം ഞാൻ പലയിടത്തും മുമ്പ് വിളിച്ചു പറഞ്ഞതാണ്. ഏത് തിയേറ്ററിൽ ഏത് ഷോ എത്ര മണിക്ക് എപ്പോൾ ഇതൊന്നും പോസ്റ്ററിൽ ഒട്ടിക്കത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായി. പബ്ലിക്ക് നമ്മളെപ്പോലെയുള്ളവർ ബസ്സിൽ പോകണമെന്ന് മറ്റും റോഡിലൂടെ പോകുമ്പം മതിലിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഒരു പോസ്റ്റർ. ഈ സിനിമ ഇന്ന് രമ്യയിൽ അല്ലെങ്കിൽ ധന്യയിൽ 3, 5, 9 ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ആ സമയത്ത് ചെന്നാൽ പോരെ. ഇത് ഞാൻ പലവട്ടം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആലുവയിൽ മാധുരി ആലുവയിലെ തിയേറ്ററുകളിൽ ആലുവയുടെ മതിലുകളിലെല്ലാം ഇത് വീണ്ടും പോസ്റ്റർ വന്നു. പോസ്റ്ററിൻ്റെ മുകളിൽ തിയേറ്ററിൻ്റെ പേരും അതിൽ ഡേറ്റും അതിൽ ഈ ഷോയുടെ സമയവും വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ബുക്ക് മൈ ഷോയിൽ നടത്തിക്കൊണ്ടിരിക്കുമോ? നമ്മൾ കൂലിപ്പണിയും ചെയ്തിട്ട് ബുക്ക് മൈ ഷോയുടെ പുറകെ നടക്കാൻ പോകുമോ? ഓടി തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഷോ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ, തിയേറ്ററുകൾ അവയുടെ സമയം കറക്റ്റായിട്ട് റോഡിലൊട്ടിക്കുന്ന പോസ്റ്ററുകളിൽ കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ പ്രേക്ഷകരെ കൂടുതൽ കിട്ടും. ഞാൻ പലപ്പോഴും ഇപ്പോൾ തിയേറ്ററിൽ പോകാത്ത കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനം, ഏത് തിയേറ്ററിൽ ഏത് ഷോ എത്ര മണിക്കാണെന്ന് ഒരു ഐഡിയ പബ്ലിക്കിൽ കിട്ടുന്നില്ല. അതാണ് സംഭവം. അതുകൊണ്ട് ജനങ്ങൾ തിയേറ്ററിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പഴയതുപോലെ തന്നെ ഇത് ഒട്ടിക്കാനായിട്ട് നോക്കുക. പിന്നെ എക്സ്ട്രാ അഡീഷണൽ ആണെങ്കിൽ വേറെ സമയത്തൂടെ കയറ്റുക. ഇപ്പോൾ റിഡ്സാന്റെ സിനിമ ഇറങ്ങാൻ പോകുന്ന എന്താ സന്തോഷമായിട്ട് പറയാം. ഇപ്പോഴത്തെ ജനറേഷൻ വിചാരം കുറെ നെഗറ്റീവ് കാര്യം ചെയ്ത ഷോർട്ട് കട്ട്സ് എടുത്ത് ചെയ്യുന്ന വിജയിക്കാമെന്ന നെഗറ്റീവായിട്ട് ധാരണയാണ്. അത് മാറ്റിയിട്ട് ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ എന്നൊരു കാര്യമാണ് ഞാൻ പറയാം. അതെ, ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് കറക്റ്റാണ്. ഇപ്പം ലോങ് ടേമിൽ എത്തിക്സേ വർക്കൗട്ട് ആവുമോ എന്ന് സന്തോഷ് പറഞ്ഞു. ഞാൻ എത്തിക്സ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു. ഈ ലാസ്റ്റ് പറഞ്ഞത് മുഖ്യധാരയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ വാല്യൂ പോയിന്റ് അവിടെ എത്തൂല. മനസ്സിലായില്ലേ? അതാണ് സംഭവം. വലിയൊരു പോയിന്റാണ് പറഞ്ഞത്. ഈ ക്രൈമും ആക്ഷനും വയലൻസും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഞാൻ ഈ വയലൻസ് കണ്ടതിന് ശേഷം വെളിയിലിറങ്ങി കൊടുവാളും എടുത്ത് അപ്പുറത്ത് തന്നെ വെട്ടിയാൽ പിന്നെ ഞാൻ അതോടെ സെൻട്രൽ ജയിലിലല്ലേ? പിന്നെ 15 വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി എനിക്ക് എന്തെങ്കിലും പിന്നെ ലൈഫ് ഉണ്ടോ? അത് മാത്രം ചിന്തിക്കുക. അത് കാണണ്ടെന്നല്ല, കാണുക, എൻ്റർടൈൻമെൻ്റാണ്, ആസ്വദിക്കുക, കളയുക. എല്ലാ സിനിമകളും കാണുക, കാണാൻ പറ്റുന്ന കാണുക, അതൊരു എൻ്റർടൈൻമെൻറ്റാണ് അല്ലേ? അത് കുറേ എക്സാജറേഷൻസാണ്, അത്രയേ ഉള്ളൂ. കാണുക, രസകരം, എൻജോയ് ചെയ്യുക, പാട്ട് കൊള്ളാമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഫ്രെയിം കൊള്ളാമെങ്കിൽ അത് കാണുക. പുറത്തിറങ്ങുമ്പോൾ അതിൽ വേണ്ടാത്തതെല്ലാം കളയുക, നല്ലതുകൾ എടുക്കുക. നല്ലതെടുക്കാൻ കഴിയുന്ന സെലക്ഷനാണ്. ഇപ്പോൾ നമ്മൾ പെണ്ണ് കിട്ടുമ്പോഴും ഏറ്റവും ബെസ്റ്റ് പെണ്ണിനെയും ആണിനെ കിട്ടുമ്പോഴും ഏറ്റവും ആണിനെയും സെലക്ട് ചെയ്യുന്നതിലാണ് പ്രധാനം. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സുന്ദരിയായ പെൺകുട്ടികളിൽ ചിലരുടെ ഞാൻ MS സൈക്കോതെറാപ്പി പഠിച്ചുകൊണ്ടും സമൂഹത്തിൽ ഇങ്ങനെ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ആലുവ, ഞാൻ മണപ്പുറത്ത് അപ്പൻ്റെ അടുത്ത് പോകും. അപ്പോൾ ആലുവ പെരിയാറിൻ്റെ തീരത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ട്. അപ്പോൾ ആ യൂണിഫോം കാണാൻ പറയാം ഏത് സ്കൂളിലാണ് എന്നുള്ളത്. ചില നല്ല സുന്ദരികളായ പെൺപിള്ളേരെ കാണാൻ പറ്റും. കുറച്ച് ആ സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്ത് കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫ്രണ്ടിൽ പോയി ആ പയ്യനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് ഇവൻ നിൽക്കുന്നത്. കാരണം ഇവർ കുറേ പേരുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവളാണ് എനിക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്നെക്കാൾ സൗന്ദര്യം കുറഞ്ഞവനെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ, അവരെപ്പോഴും എൻ്റെ അടിമയായി ഇരുന്നു കൊള്ളും. ഇരിക്കുമല്ലേ? ചിന്തിക്കണം, ഇതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും. ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാകും മക്കളെന്നൊക്കെ പറയും.
അത് പിന്നെ സ്കൂളിലും പോവില്ല, പഠിക്കുകയില്ല, ഇങ്ങനെയൊക്കെ ആക്കിയ ഒരു പ്രത്യേക ജന്മങ്ങൾ പോലെ കാണേണ്ടി വരും. പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സെലക്ട് ചെയ്യുമ്പം ബോധവും വിവരവും വകതിരിവുമുള്ള തലയ്ക്ക് വെളിവുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നോ എന്നും പറയില്ല, ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. ഫ്യൂച്ചർ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ ചുമന്ന് പാടുപെടും, അല്ലേ? ശരിയല്ലേ? ഈ ലൈഫ് പ്രത്യേകിച്ച് എനിക്ക് പെൺമക്കളോട് പറയാനുള്ളത്, ഞാൻ ഉൾപ്പെടുന്ന ആണുകൾ, ഈ പറയുന്ന അന്യഗ്രഹ ജീവി, ഈ 2 പിള്ളേരെ കുടുംബത്തിലായിക്കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ആയിക്കഴിഞ്ഞാൽ, ഞങ്ങൾ പിന്നെ പണി എന്ന് പറഞ്ഞ് ഗൾഫിലോട്ടോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തോട്ടും പോകും. ഈ പിള്ളേരും അമ്മയായ നീയും തമ്മിലായിരിക്കും അടിമത്തം. അതൊരു 10-20 വർഷത്തേക്കാവുമ്പോൾ ഒരു വരുമോ? ശരിയല്ലേ? അപ്പം മക്കൾക്ക് ചെറുതിലെ നല്ലത് കൊടുത്ത്, നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത്, നല്ല ചിന്തകൾ കൊടുത്ത്, നല്ല സിനിമകൾ കാണിച്ച്, നല്ല ബുക്കുകൾ വായിക്കാൻ കൊടുത്ത്, നല്ല കൂട്ടുകെട്ടിലേക്ക് വിടാനായിട്ട് പറയുക. നിങ്ങൾക്കൊരിക്കലും അവരോടൊപ്പം സ്കൂളിലോ കോളേജിലോ പോകാൻ പറ്റില്ല. അവർ എവിടെ പോയാലും അവർ ഏറ്റവും ബെസ്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ കോച്ചിങ് വീട്ടിൽ തുടങ്ങണം. ടീച്ചേഴ്സിൻ്റെ തലയെ കൊണ്ടുവച്ചിട്ടൊന്നും കാര്യമില്ല. ശരിയല്ലേ അവർക്ക്? നിനക്ക് നിൻ്റെ അമ്മ പണ്ട് കൊച്ചിലേ തന്ന ആ മുലപ്പാലിലുള്ള മൂല്യങ്ങളും നിന്നെ വളർത്തിയ മൂല്യങ്ങളുമാണ് നീ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നതിലും, നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കയറി വരുന്നതിലും, ഈ അമ്മയെ നോക്കുന്നതിലും, നീ ഇന്നൊരു സെലിബ്രിറ്റി പട്ടത്തിൽ നിൽക്കുന്നതും അല്ല. അതാണ് ഞാൻ മറ്റേ അലൻ ജോസ് പെരേരയോട് ഇത് തന്നെ പറഞ്ഞത്. അന്നൊരു കുറേ വൈറലായി പുള്ളിയാർക്ക് പിന്നെ അക്കൗണ്ട് അത് ലക്ഷക്കോടി എതിരെ കയറിപ്പോയില്ലേ. അപ്പോൾ എന്തോ അവൻ വേറെ ഒരാളെ കൊണ്ട് കോൺട്രവേഴ്സി ആണല്ലോ ചിലർക്ക് വേണ്ടത്. അങ്ങനെ രജിത്തേട്ടൻ അങ്ങനെ പറയിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു. ഇവരൊക്കെ നമ്മുടെ അനിയന്മാരല്ലേ. ഞാൻ മുമ്പേ അടി വാങ്ങിച്ചു പോയ ആള് എൻ്റെ പുറകെ അടി വാങ്ങിച്ച് വരുന്ന പാർട്ടികൾ, അത്രേ ഉള്ളൂ. പണ്ട് എനിക്ക് ഭയങ്കര അടിയായിരുന്നു. ഇവർക്ക് പിന്നെ സോഷ്യൽ മീഡിയ അടി മാത്രമേ എല്ലാം കൂടെ TV ചാനൽ ചർച്ചകളിൽ വളഞ്ഞിട്ട് ആക്രമണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ സാറിന് നല്ലോണം ഒരുപാട് ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങി. ആദ്യം വെറുത്തു, ആദ്യം കുറേ വെറുപ്പായിരുന്നു, പിന്നെയാണ് അവർ സ്നേഹിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ അവരുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് പ്രവാസികളായ വ്യക്തികളുടെ അവരുടെ മക്കൾ ഇവിടെ പഠിക്കുമ്പോൾ, അവരവിടെ കിടന്ന് പണി ചെയ്യുമ്പോൾ തൻ്റെ കുടുംബവും തൻ്റെ മക്കളും സുരക്ഷിതമാണ് എന്ന ബോധം അവർക്ക് അവിടെ സന്തോഷത്തോടെ പണിയാൻ കഴിയണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറേ ദൈവത്തിൻ്റെ സേവകരും ഫൈറ്റേഴ്സ്, നന്മയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ടാവണം. ഞാനിപ്പോഴും ഫൈറ്റർ തന്നെയാണ്, പക്ഷേ ഞാനൊന്ന് അല്പം ഒതുങ്ങി. അത് ഒതുങ്ങിയത് പെണ്ണ് കെട്ടാനും മക്കളായി കുടുംബത്തിൽ പോകാനും ഒന്നുമല്ല. ഞാൻ കൃപ കെട്ടിയ മനുഷ്യനാണ്. എനിക്കൊരിക്കലും ഫാമിലി വേണ്ട. എനിക്ക് പടച്ചവൻ ദൈവത്തെ മാത്രം മതി, പിന്നെ നല്ല മനുഷ്യരെയും സമൂഹത്തെയും. ബാക്കി പിള്ളേരെല്ലാം എൻ്റെ മക്കളും സഹോദരങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഫ്യൂച്ചറിൻ്റെ ഗുണത്തിന് വേണ്ടി മാത്രം. ഒരാൾ നശിച്ചു പോകാൻ പറയാറേ ഇല്ല. അത്രയേ ഉള്ളൂ.